പ്രവാചക പുസ്തകം, യോവേൽ പ്രവാചക പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം പൊതുവിൽ വായിച്ചാൽ മതി. തീഷ്ണവാനായ യഹോവ. യഹോവ തീഷ്ണവാനായാൽ, യഹോവ തീഷ്ണവാനാകണമെങ്കിൽ യഹോവയുടെ തീഷ്ണത ഉദിച്ച സമയം, ദൈവത്തിൻ്റെ തീഷ്ണതയുടെ തീവ്രതയെക്കുറിച്ച് തിരുവെഴുത്തുകൾ വിളംബരം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ. അതിലെ ഒന്നാമത്തതാണ് നാം ധ്യാനിച്ചത്. തൻ്റെ ജനത്തെ ആദരിപ്പാൻ ദൈവത്തിൻ്റെ തീഷ്ണത. തൻ്റെ ജനത്തെ ആദരിക്കാൻ ദൈവം തയ്യാറെന്ന് കൈമാറിയത് യോവേലിലൂടെയാണ്. യോവേലിനെ ദൈവം എഴുന്നേൽപ്പിച്ചതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം ഒന്ന് തിരിച്ചറിയാൻ യോവേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം പൊതുവിലൊന്ന് വായിക്കാമോ? പെതുവേലിന്റെ മകനായ യോവേലിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. തൽക്കാലം മതി, അത്രയും മതി. സ്തോത്രം. ഇനി എല്ലാവരും കൂടെ ശ്രദ്ധിച്ചാട്ടെ. 2 പേരുകൾ, ഒന്ന് പെതുവേൽ, 2 യോവേൽ. സ്തോത്രം. ലാറ്റിൻ ഭാഷയിൽ, ലത്തീൻ, സിറിയൻ, ഗ്രീക്ക് ഭാഷകളിൽ ഈ പെതുവേൽ എന്ന് കൊടുത്തിരിക്കുന്നത് ബദുവേൽ എന്നാണ്. ബദുവേൽ എന്നാണ് കൊടുത്തേക്കുന്നത്. പെതുവേൽ എന്ന വാക്കിന് ഹീബ്രു നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ദൈവത്തിൻ്റെ ബുദ്ധി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ബുദ്ധി. ഇത് ഞാൻ ഉണ്ടാക്കിയ അർത്ഥമല്ല. അതിൻ്റെ ഈ ചിലർ പുസ്തകം എഴുതുമ്പോൾ ഉണ്ടല്ലോ, അവർ പലതീന്നായി എടുക്കുന്നത്. നല്ല എഴുത്തുകാരെപ്പോഴും ഗ്രന്ഥസൂചിക അവസാനത്തിൽ എഴുതും. ഏതെല്ലാം പുസ്തകങ്ങൾ അവർ വായിച്ചിട്ടാണ് ഏതിൻ്റെ എല്ലാം ഉദ്ധരണി എഴുതിയിട്ടുണ്ട്. എഴുത്തിൻ്റെ നീതി ബൈബിളാണ് സത്യസന്ധമായി അങ്ങനെ പരാമർശിച്ചിട്ടുള്ളത്. ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് പഴയ നിയമത്തിലെ വാക്യങ്ങളൊക്കെ ഉദ്ധരണി വന്നിരിക്കുന്നിടത്തൊക്കെ 2 കോമായിട്ട് ദാവീദ് എഴുതിയതും യെശയ്യാവ് പറഞ്ഞതും ഒക്കെ, അങ്ങനെ മോശ പറഞ്ഞതൊക്കെ ഉദ്ധരണിയായി എഴുതിയിട്ടുണ്ട്. അതാണ് എഴുത്തിൻ്റെ നീതി. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഹീബ്രു നിഘണ്ടുവിൽ ദൈവത്തിൻ്റെ ബുദ്ധി എന്നുള്ളതാണ്. ആമേൻ. ഏത് വാക്കിന്? ബെതുവേൽ അഥവാ പെതുവേൽ എന്നുള്ള വാക്കിന്. ഒരു നല്ല പേര് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. 2-ാമത്തെ പേരാണ് എന്ത്? യോവേൽ. സ്തോത്രം. ഈ വാക്ക് ഇതിന്റെ മൂലഭാഷയായ എബ്രായ ഹീബ്രു വേർഡ് യോയേൽ എന്നാണ്. യോയേൽ. ഗ്രീക്കിൽ ലോയേൽ എന്നാണ്. ലത്തീൻ ഭാഷയിൽ ജോയേൽ എന്നാണ്. ഇംഗ്ലീഷിൽ ജോയൽ, മലയാളത്തിൽ യോവേൽ. സ്തോത്രം. ഒരു 5-6 പേര് കയ്യിലിരിക്കട്ടെ. ചിലപ്പോൾ ഈ കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ ജനിക്കുമ്പം വല്യപ്പച്ചനോടൊക്കെ ചോദിക്കും, നല്ല പേര് പറഞ്ഞു അപ്പച്ചാന്ന്, അമ്മച്ചിന്ന്. അപ്പം എന്തേലുമൊക്കെ ഇടാതെ ലത്തീനിൽ ഇങ്ങനെയാ ഇത് ചേരുന്ന പേരും കിട്ടണമല്ലോ. 4-5 നല്ല പേര് അല്ലേ? കീശയിൽ, നമ്മുടെ ആശയപ്പുരയ്ക്കകത്ത്, ഹൃത്തടത്തിൽ കുറച്ച് പേര് കൈ കിടക്കുന്നത് നല്ലതാണ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. ആമൻ. അവൻ യോയേൽ, ലോയേൽ, ജോയേൽ, യോയേൽ, ജോയൽ, ആമൻ, യോവേൽ. ഇങ്ങനെ ലത്തീൻ, ആമൻ, ഗ്രീക്ക്, ഹീബ്രു, ആമൻ, ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിൽ ഇതിൽ ഉച്ചാരണത്തിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്.
അപ്പോൾ 5-6 പേരെങ്കിലും ഇന്നത്തെ യോഗത്തിന് വന്നുകൊണ്ട് കിട്ടി. ശ്രോതാക്കൾക്ക് അങ്ങനെയും ഗുണമുണ്ടാകട്ടെ. ഇനി പേരില്ലാതെ വിഷമവൃത്തത്തിലായിരിക്കുന്ന ആരെങ്കിലും എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇന്നിത് ഗുണമായി തീരട്ടെ. അടുത്തത്, ഈ യോവേൽ എന്നുള്ള വാക്കിന് ഹീബ്രു നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം യഹോവ ദൈവമാകുന്നു എന്നാണ്. എന്താ യഹോവ? ഇവിടെ എല്ലാവരും ഉണ്ടോ? യഹോവ ദൈവമാകുന്നു. എന്നാൽ നിഘണ്ടുവിൽ അങ്ങനെ കാണുന്നതെങ്കിലും ഈ വാക്ക് എബ്രായ ഭാഷയിൽ ഇതിനെ 2 പദകോശങ്ങൾ തമ്മിൽ സമ്മേളിച്ചപ്പോഴാണ് ഈ വാക്ക് രൂപപ്പെട്ടത്, ഈ പേര് രൂപപ്പെട്ടത്. യാഹ്വേ ഏൽ, യോവേൽ എന്നുള്ള വാക്ക് 2ആയി വിഭജിച്ചാൽ അതിനകത്ത് കിട്ടുന്നതാണ് യാഹ്വേ ഏൽ. യാഹ്വേ ഏൽ എന്ന 2 വാക്കുകൾ തമ്മിൽ ചേർന്നതാണ് ഏത്? യോവേൽ. അപ്പം യാഹ്വേയുടെ അർത്ഥം പ്രത്യേകമായും ഏലിൻ്റെ അർത്ഥം പ്രത്യേകമായും പഠിക്കാൻ പോയാൽ അർത്ഥത്തിൽ ചേർന്ന് വരുന്നുണ്ടെങ്കിലും ചെറിയ വ്യത്യാസത്തിലാണ് കിടക്കുന്നത്. ആമേൻ. ഏൽ, എലോഹീം, ഹീം, ഈം, ഈ വാക്കുകളൊക്കെ എബ്രായ മൂലത്തിൽ ബഹുവചനാർത്ഥ പ്രയോഗങ്ങളാണ്. ഏൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ശക്തൻ. ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞ് ഏബ്രഹാമിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ ആ വാക്കിന്റെ നിർവചനം, ഏൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ശക്തൻ. അപ്പം യഹോവ എന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ ആഴ്ച നമ്മൾ യെശയ്യാപ്രവചനം 63 നിർവചനം ഗ്രഹിച്ചിരുന്നു. വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതാകുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ശക്തനായ വീണ്ടെടുപ്പുകാരൻ. ഇനി അപ്പന്റെ പേരെന്താ? യഹോവയുടെ ബുദ്ധി. ഇനിയൊന്ന് ശ്രദ്ധിച്ചേ, യഹോവയുടെ ബുദ്ധിയിൽ നിന്ന് ശക്തനായ വീണ്ടെടുപ്പുകാരൻ വെളിയിൽ വന്നു. ഗ്രഹിച്ചോ? സ്തോത്രം. ഈ ദൂത് പോകുന്നത് കണ്ടോ? യഹോവയുടെ ബുദ്ധിയിൽ നിന്ന്. യോവേലിന്റെ അപ്പന്റെ പേരെന്താ? പെതുവേൽ. യഹോവയുടെ ബുദ്ധിയിൽ നിന്ന് ശക്തനായ വീണ്ടെടുപ്പുകാരൻ. ഒന്നും കൂടെ പറയാം. യഹോവയുടെ ബുദ്ധി, ദൈവത്തിന്റെ ബുദ്ധി, സർവജ്ഞനായ ദൈവത്തിന്റെ ബുദ്ധിയിൽ നിന്ന് ശക്തനായൊരു വീണ്ടെടുപ്പുകാരൻ. ദൈവത്തിന്റെ ബുദ്ധിയിൽ നിന്ന് പുറപ്പെട്ട ആശയമാണ് ശക്തനായ വീണ്ടെടുപ്പുകാരന്റെ രംഗപ്രവേശനം എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനൊന്ന് മഹത്വം കരേറ്റാമോ? ആമേൻ. എന്ന് വീണ്ടെടുപ്പ് ആവശ്യമായി വന്നോ അന്ന് തന്നെ ശക്തനായൊരു വീണ്ടെടുപ്പുകാരൻ വരുമെന്നുള്ള പ്രോമിസ്, അവൻ വാഗ്ദത്തം ദൈവം അന്നേ നൽകിയിരുന്നു. ആമേൻ. അത്രയും പറഞ്ഞുകൊണ്ട് താഴോട്ട് വരിക. അപ്പോൾ യോവേലിനെ ദൈവം എഴുന്നേൽപ്പിച്ചത് കൃത്യസമയത്താണ്. ആമേൻ. യോവേൽ പ്രവചിക്കാൻ എഴുന്നേൽക്കുന്ന സമയം ഇനി 2-ാം വാക്യം മുതൽ ഒന്ന് തൊട്ട് താഴോട്ടൊന്ന് വായിച്ചാട്ടെ. വായിച്ചോ. ഒന്ന് ദേശത്തിലെ നിവാസികൾ, താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ, പുരോഹിതന്മാർ, ഇങ്ങനെ കുറച്ച് കാറ്റഗറിയിലുള്ള ആളുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വായിച്ചോ താഴോട്ട്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെ? അടുത്തത്, ഇത് വിവരിച്ചു പറയണം. എന്ത്? തുള്ളൽ, വെട്ടിക്കിളി,
മതി. സ്തോത്രം. മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ 4 ജീവിയാന്ന് തോന്നും. എന്നാൽ ഹീബ്രു ബൈബിളിനകത്ത് 4 ജീവിയല്ല. മനസ്സിലാകാൻ പറയാം. ചിത്രശലഭം പൂമ്പാറ്റ നല്ല ചിറകോടുകൂടെ പറക്കുന്നതിന് മുമ്പ് അത് പുഴുവായിരിക്കുന്നൊരവസ്ഥയുണ്ട്. അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളുണ്ട്. ഇതുപോലെ ഒരു ജീവിയുടെ വളർച്ചയുടെ 4 സ്റ്റേജിൽ ഉള്ള ആക്രമം എന്നുള്ള നിലയിലാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. സ്തോത്രം. പാം, ലോക്കറ്റ്, കങ്വൻ, ക്യാപ്റ്റർ പില്ലർ തുടങ്ങിയിരിക്കുന്ന 4 സ്റ്റേജുകൾ. ഈ 4 സ്റ്റേജുകൾ അഥവാ വെട്ടിക്കിളി ബാധ വന്നു. ഈ വെട്ടിക്കിളി എന്ന് കേൾക്കുമ്പോൾ ബൈബിളിൽ 4 വീക്ഷണത്തിൽ വെട്ടിക്കിളി എന്നുള്ളതുണ്ട്. ഒന്ന് അക്ഷരാർത്ഥത്തിലുള്ള വെട്ടിക്കിളി, അതിലേക്ക് നമ്മൾ വരും. 2 പ്രവചന ഭാഷയിൽ വെട്ടിക്കിളി എന്ന് കൊടുത്തിട്ടുണ്ട്. 3 യോഹന്നാൻ സ്നാപകൻ തിന്ന വെട്ടിക്കിളി, അത് ഇതല്ല. അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് അത് ഒരു വിളയിച്ചെടുക്കുന്ന കിഴങ്ങാണെന്നും അഭിപ്രായം വ്യത്യാസങ്ങളുണ്ട്. 4-മത്തത് വെളിപ്പാട് പുസ്തകം 9 കാണുന്ന കൂപത്തിലെ വെട്ടിക്കിളി. സ്തോത്രം. ഈ വെട്ടിക്കിളി ബാധ ഇവിടെ വരാൻ കാരണം എന്ത്? യോവാശ് സെക്കരിയാവിനെ കല്ലെറിഞ്ഞു കൊന്നു. യാഗപീഠത്തിനും പൂമുഖത്തിനും മധ്യേ രക്തപാതകമുണ്ടായി. അന്ന് തുടങ്ങിയ ദൈവത്തിന്റെ കോപമാണ് ഈ വെട്ടിക്കിളി. ഹല്ലേലൂയ. വെട്ടിക്കിളി എന്ന ഇവിടെ പ്രവചന ഭാഷയിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെയും വെട്ടിക്കിളിയുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വിവരണം നൽകുന്നത് അറേബ്യൻ ചരിത്രരേഖകളാണ്. അറേബ്യൻ ചരിത്രരേഖകൾക്കകത്ത് അറബി രാഷ്ട്രങ്ങളിൽ ബഹുഭൂരിപക്ഷം വളരെ വർഷങ്ങൾ പ്രവാസ ജീവിതം നയിച്ച പ്രിയമുള്ളവർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ അതിനെ കണ്ടിട്ടുണ്ടാകും. ഞാൻ ആ അറേബ്യ ചരിത്രരേഖകളായ വിശ്വപ്രസിദ്ധിയാർജിച്ച അഹിർ ഹംസ എന്നൊരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടത് ഇങ്ങനെയാണ്. 18-20 അടി ഉയരത്തിൽ ലക്ഷോപലക്ഷം ഒന്നിച്ച് യാത്ര ചെയ്യും. ഇവ യാത്ര ചെയ്യുമ്പോൾ മുൻപിൽ ഏതൻ തോട്ടം പോലെ പച്ചപ്പുള്ളതാണെങ്കിലും പുറകിൽ മരുഭൂമിക്ക് സമാനമാക്കി കളയും. വൃക്ഷത്തിൻ്റെ തൊലി, ഇല, തണ്ട് ഇവയൊക്കെ നിമിഷ നേരം കൊണ്ട് വെളുപ്പിച്ച് കളയാൻ ഇതിന് പ്രത്യേക ശേഷിയുള്ള പല്ലുണ്ട്. വെട്ടിക്കിളിയുടെ മുൻപിൽ പച്ചപ്പാണെങ്കിലും പുറകിൽ ഒക്കെ തിരിഞ്ഞു നോക്കിയാൽ മേഞ്ഞിറങ്ങിയ കയറി വന്നതിൻ്റെ പുറകോട്ട് നോക്കിയാൽ മരുഭൂമിയാണ്. നോക്കണേ, വെട്ടിക്കിളി ഇവിടെ സിംഹത്തിന്റെ പല്ല് പോലെ പല്ലെന്നൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ജ്ഞാനിയായ ശലോമോൻ ഒരിക്കൽ പറഞ്ഞു, വെട്ടിക്കിളിക്ക് രാജാവില്ല, എങ്കിലും അവർ എന്ത് ചെയ്യുന്നു? അണിയണിയായി പുറപ്പെടുന്നു. സ്തോത്രം. വെട്ടിക്കിളിയെ കുറിച്ചുള്ള ബൈബിൾ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രപരമായ തെളിവ് നൽകുന്നത് പുറപ്പാട് പുസ്തകം 10-13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന ആമേൻ ഈജിപ്തിൽ വെച്ച് ആ ചെങ്കടലിന്റെ തീരത്ത് പ്രത്യക്ഷമായ വെട്ടിക്കിളികളെ കുറിച്ചാണ്. അതിനെക്കുറിച്ചൊക്കെ വിവർത്തനം ചെയ്ത് വിശകലനം ചെയ്ത് അപഗ്രഥിച്ച് പഠിക്കേണ്ട വിശാലമായ ഭാഗമുണ്ട്. ഇങ്ങോട്ട് അതിൽ നിന്ന് ഒറ്റ കാര്യമേ നാം ഗ്രഹിക്കേണ്ടതുള്ളൂ. പ്രവാചകൻ ദൂത് പറഞ്ഞു. ആ ഒറ്റ കാരണത്താൽ ഒന്നിച്ച് വളർന്ന സ്വന്തം കസിൻ ബ്രദറിനെ കല്ലെറിഞ്ഞ് യാഗപീഠത്തിനും പൂമുഖത്തിനും മധ്യേ കൊല്ലിച്ച രാജാവിന്, ആ രാഷ്ട്രത്തിന് അത് കണ്ട് അവൻ നിശബ്ദത പാലിച്ച മതത്തിന്റെ നേതൃത്വം അത് കണ്ട് നിശബ്ദത പാലിച്ച് നിന്ന് അവൻ രാഷ്ട്രത്തിന്റെ നേതൃത്വം
അതിനെല്ലാം മൗനമായി അനുവാദം കൊടുത്ത് നിന്ന നേതൃത്വം അവിടെ സക്കറിയാവിന് വേണ്ടി ചോദിക്കാൻ യഹോയാദ ഇല്ല, അവന്റെ കണ്ണടഞ്ഞുപോയി. യഹോശബത്ത് ഇല്ല, അവളുടെ കണ്ണും അടഞ്ഞുപോയി. എന്നാൽ എൻ്റെ ദൈവം സ്തോത്രം തൻ്റെ ദാസന് വേണ്ടി അവൻ ഇറങ്ങി വന്ന് ഇടപെട്ടു. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ദൂത് പറയാം, എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ആരുടെങ്കിലും അകത്തൊരു തോന്നലുണ്ടെങ്കിൽ, നീ ദൈവ പൈതലെങ്കിൽ, നീ പരമാർത്ഥതയോടുകൂടെ കർത്താവിനെ ആരാധിക്കുന്നവനെങ്കിൽ എൻ്റെ ദൈവം അവൻ തൻ്റെ ഭക്തന് വേണ്ടി ഇറങ്ങി വന്ന് ഇടപെടുമെന്ന് ഇന്ന് പകലിൽ ഉറച്ച അകതളത്തിൽ ഉറപ്പുള്ള ദൈവമക്കൾ ഈ ദൂതേറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. തൻ്റെ ജനത്തിന് വേണ്ടി സ്വർഗം തുറന്നിറങ്ങിയ സന്ദർഭങ്ങളുണ്ട് പ്രിയരെ, ഇല്ലേ? സ്തോത്രം. അശൂർ പാളയത്തെ നടുക്കിയ ദൈവത്തിന്റെ ദൂതനെ ഇറക്കിയ ദൈവം ബൈബിൾ ചരിത്രത്തിൽ എത്രയോ സമയങ്ങളിൽ തൻ്റെ ഭക്തനും തൻ്റെ ഭക്തർക്കും വേണ്ടി അവൻ നേരിട്ട് ഇറങ്ങി ഇടപെട്ട ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നവർ ഉറച്ച് വിശ്വസിക്കുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങി ഇടപെടും. ആ ഉറപ്പുള്ള ദൈവമക്കൾ അല്പനേരം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അല്പനേരം ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. കണ്ണുനീരോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവ കുഞ്ഞേ, അവൻ നിനക്ക് നീതിക്കായി ഒരു ഇടവും അനുകൂലമായില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങി ഇടപെടും. എത്ര പേർക്ക് ആ ഫെയ്ത്ത് ഉണ്ട് അകത്ത്? എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിന് വേണ്ടി നേരിട്ട് ഇറങ്ങി ഇടപെടും. എത്രയോ ജീവിതത്തിൽ അനുഭവം നമുക്കുണ്ടായിട്ടില്ലേ? ഒരു സാധ്യതയില്ലാത്ത വിഷയത്തിൽ, മെഡിക്കൽ സയൻസ് തള്ളിയതിൽ, അവൻ സ്തോത്രം ആശങ്ക ചെലുത്തിയതിൽ, ഇനി അസാധ്യമെന്ന് പറഞ്ഞതിൽ നേരിട്ടിറങ്ങി എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ശരീരത്തിലും സമ്പത്തിലും ജീവിതത്തിലും ക്രിസ്ത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ചേർന്ന് ദൈവത്തെ അല്പനേരം ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഈജിപ്തിൽ നിന്ന് ഇവരെ പുറപ്പെടുവിപ്പിക്കുമ്പോൾ ഈ ദേശത്തെ നോക്കി യഹോവയായ ദൈവം പറഞ്ഞെന്താണെന്നറിയാവോ? പാലും തേനും ഒഴുകുന്ന നാട്. എന്നാൽ ഒറ്റ ദൈവത്തിൻ്റെ മനുഷ്യന് വേണ്ടി രക്തപാതകം നിമിത്തം ദൈവം അതിനെ എന്ത് ചെയ്തു? അതിൻ്റെ സമ്പൽഘടനയെ, വരുമാന സ്രോതസ്സിനെ, സകല പച്ചപ്പിനെയും സകല മെച്ചപ്പിനെയും അവൻ സച്ചുദാനന്ദനായ കർത്താവ് സൂക്ഷിച്ചതുപോലെ നിർത്തിക്കളഞ്ഞു. ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് ചിലപ്പോൾ തോന്നും, പണ്ട് നെബൂഖദ്നേസർ പറഞ്ഞതുപോലെ ഇല്ലേ, ഇങ്ങനെ പറഞ്ഞത്, ഇതെൻ്റെ ധനത്തിൻ്റെ പ്രതാപത്തിനായി പണി കഴിപ്പിച്ച മഗതിയാം ബാബിലോൺ അല്ലയോ, ഇല്ലേ? പണ്ടൊരുത്തൻ എല്ലാം കളപ്പുരയ്ക്കകത്ത് കൂട്ടി വെച്ചിട്ട് തിന്നുക, ഞായറാഴ്ചത്തെ സാക്ഷിയോ, കുടിക്കുക, ആനന്ദിക്കുക. അന്നേരം പറഞ്ഞു, അവിടെ വേറൊരു വാക്കുണ്ട്, വലിയ മലയാള അക്ഷരത്തിലെ ആ മൂഢൻ എന്ന് എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ? മൂഢ. സ്തോത്രം. ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പല സമ്പൽഘടനയും സാമ്പത്തിക സ്രോതസ്സും പച്ചപ്പും മെച്ചപ്പൊക്കെ ഇല്ലേ, യോനയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആവണക്ക് പോലെയുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, ഒരു നല്ല രോഗാണു എന്ന് പറയുന്നില്ല, ശരി, കടുപ്പമേറിയ ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറിയാൽ മതി, അതിനെ പുറത്താക്കാനുള്ള സാമ്പത്തികം നമുക്കില്ല, അല്ലേ? അല്ലേ? സ്തോത്രം. പിന്നെ ഇതെല്ലാം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്.
എത്ര പേരത് തിരിച്ചറിയുന്നുണ്ട് പ്രിയരെ? ഇതെല്ലാം നിലനിൽക്കുന്നത് ഒരു 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 വലിയ രോഗം വന്നാൽ അത് ചികിത്സിക്കാൻ, ഇന്നത്തെ ചികിത്സാ രീതികൾ എന്നൊക്കെ പറയുമ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും പോകും ലക്ഷങ്ങൾ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം ഇസ്രായേൽ ജനം മനസ്സിലാക്കണം, നന്മ തന്നത് ദൈവമാണ്. തന്ന ദൈവത്തിനത് പിൻവലിക്കാനും പറ്റും. ആ ബോധം എപ്പോഴും, സ്തോത്രം, നിറഞ്ഞ പേഴ്സ് പോക്കറ്റിൽ കിടക്കുന്നെങ്കിൽ ഈ പേഴ്സിനെ ഒട്ടിയ പേഴ്സാക്കാനും ആമേൻ ദൈവത്തിന് പറ്റും. ഒട്ടിയ പേഴ്സിനെ നിറയ്ക്കാനും ദൈവത്തിന് പറ്റും. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്ന എല്ലാവർക്കും നെഞ്ചേ കൈവച്ചോ വിശുദ്ധ കരങ്ങൾ ഉയർത്തിയോ നമുക്ക് പറയാൻ പറ്റും, കർത്താവേ, ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. അപബോധം എല്ലാവരുടെ അകത്തും ഉണ്ടാകട്ടെ. സ്തോത്രം. വിസ്തൃതിയുള്ള വിഷയമാണ്. ഈ വെട്ടിക്കിളി പോകാൻ എന്ത് ചെയ്യണം? അതിലേക്ക് നമ്മൾ പുറകാലെ വരികയാണ്. അത് പുറകാലെയുള്ള യോഗത്തിൽ നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി ഇടപെട്ട ദൂതിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് അതിനകത്ത് ദൈവാത്മാവ് നമ്മോട് ഇടപെട്ട ഒരു ആലോചനയുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു സഖരിയാവിന് വേണ്ടി ദൈവം നേരിട്ട് ഇറങ്ങി ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പൽഘടനയെ, ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തെ, ഒരു രാഷ്ട്രത്തിലെ അവിടെയുള്ള മതത്തിൻ്റെ നേതൃത്വത്തെ, മതസംവിധാനത്തെ എല്ലാം ദൈവം നേരിട്ട് ഇറങ്ങി തൊട്ടെങ്കിൽ, സ്തോത്രം, ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാരും ചിന്തിക്കരുത്. ദൈവമുണ്ട്. എനിക്കെൻ്റെ ദൈവമുണ്ട്. എനിക്കെൻ്റെ ദൈവമുണ്ട്. എനിക്കെൻ്റെ ദൈവമുണ്ട്. ഞാൻ നേരില്ലാത്തൊന്നും ചെയ്തിട്ടില്ല. നേരോടെ ദൈവസന്നിധി നിൽക്കുന്ന ദൈവ പൈതലേ, ഇന്ന് കരങ്ങൾ ഉയർത്തി പറയാൻ പറ്റുമോ? എനിക്കെൻ്റെ ദൈവമുണ്ട്. എനിക്കെൻ്റെ ദൈവമുണ്ട്. എനിക്കെൻ്റെ ദൈവമുണ്ട്. ആ ഉറപ്പോടെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം അല്പനേരം ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ഹോ റിബാന ബല ബന 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 അടഗ ജനഗ ഡഗ രഗ ധുനാ ജനഗ ശംദൽ പ്രബദനഗ ഡഗ ഛസിയാധരാധനഗ ഡഗ ബന. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ആലോചന ഏറ്റെടുത്ത് അല്പനേരം ആത്മാവിൽ ആരാധിക്കാൻ ഒന്ന് ശരീരത്തെ വിട്ടുകൊടുത്തേ. ധുരഗ ജനഗ ഡഗ ഛസി ജാനരാധന പ്രബദന ഹൽക്കനാധനാദിയാം അടകക്ഷംധനഘട്ടം വേദകരാധനാസിയാധനാധനഘടകമനാധന ഓ റിയബനഹൽഖനാധനഘടകസി. പ്രകാശനം നൽകിയ ഈ വചനത്തിന്റെ ശക്തിയാൽ അന്തൽ ഘടക റീബാധന ധീരാധന ആഴമായ തിരിച്ചറിവും ആഴമായ വചനത്തിന്റെ തിരുത്തലും വചനത്തിന്റെ ശക്തിയാലുള്ള അപബോധവും വചനത്തിന്റെ ശക്തിയാലുള്ള പ്രവൃത്തിയും ഇന്നത് ഏറ്റെടുക്കുന്നവരുടെ മേൽ, അവരുടെ ഭവനങ്ങളിൽ, വിഷയങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വെളിപ്പെടട്ടെ.